പ്രിയ വിദ്യാർത്ഥികളെ, കഴിഞ്ഞ ക്ലാസ്സുകളിലായിട്ട് നമ്മൾ ഡിസ്കസ് ചെയ്ത് വന്നിരുന്നത് നോട്ട് ഫോർ പ്രോഫിറ്റ് ഓർഗനൈസേഷനിലെ എസ്എ ക്വസ്റ്റ്യൻസ് ആയിരുന്നു. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടും ബാലൻസ് ഷീറ്റും നമുക്ക് എങ്ങനെ തയ്യാറാക്കാം, വിവിധ അഡ്ജസ്റ്റ്മെന്റുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. അത് വെച്ചിട്ടുള്ള പ്രോബ്ലംസും നമ്മൾ ചെയ്ത് കഴിഞ്ഞതാണ്. കൂടാതെ നമ്മൾ മുമ്പുള്ള ഒരു ക്ലാസ്സിൽ 25 മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ്, 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും നമ്മൾ എക്സാമിന് ചോദിച്ചു കണ്ടിട്ടുള്ള റിപ്പീറ്റ് ആയിട്ടുള്ള ആവർത്തിച്ച് ചോദിച്ചു കണ്ടിട്ടുള്ള 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞിരുന്നു. ഇന്നത്തെ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് മുൻ വർഷങ്ങളിൽ ചോദിച്ചിട്ടുള്ള 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആണ്. നമുക്കറിയാം ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നമുക്ക് 1 മാർക്കിന്റെ 2 മാർക്കിന്റെ 3 മാർക്കിന്റെ 5 മാർക്കിന്റെ 8 മാർക്കിന്റെ അങ്ങനെയുള്ള പല ക്വസ്റ്റ്യൻസുകളും നമുക്ക് ഈ ചാപ്റ്ററിൽ നിന്ന് പ്രതീക്ഷിക്കാം. അപ്പോൾ നമ്മൾ 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് കഴിഞ്ഞ ക്ലാസ്സിൽ ഡിസ്കസ് ചെയ്തിരുന്നു. അപ്പോൾ നമ്മളിവിടെ ഇന്ന് ഡിസ്കസ് ചെയ്യാനായിട്ട് പോകുന്നത് 2 മാർക്കിന്റെയും 3 മാർക്കിന്റെയും ക്വസ്റ്റ്യൻസ് ആണ്. അപ്പോൾ നിങ്ങൾ ഇങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾക്ക് ടെക്സ്റ്റിന്റെ എക്സസൈസിൽ നമുക്ക് ലഭിക്കും. അപ്പോൾ അങ്ങനെയുള്ള ഒരുപാട് ക്വസ്റ്റ്യൻസുകൾ നിങ്ങൾ ചെയ്ത് പഠിക്കണം. നമ്മളിവിടെ ചെയ്യുന്നത് 2-3 ക്വസ്റ്റ്യൻസുകൾ ആണ്. അപ്പൊ അത് മാത്രമാണ് നമുക്ക് ഉൾക്കൊള്ളിക്കാനായിട്ട് സാധിക്കുക. അപ്പൊ ഇതിന്റെ ഒരുപാട് അഡീഷണൽ ആയിട്ടുള്ള എക്സസൈസ് നിങ്ങൾ ചെയ്ത് പഠിച്ചാലാണ് നിങ്ങൾക്ക് നല്ല രീതിയിൽ നല്ല മാർക്ക് സ്കോർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. അപ്പൊ നമുക്ക് ഇന്നത്തെ ക്ലാസ്സിൽ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നമുക്കൊന്ന് ചെയ്യാനായിട്ട് ശ്രമിക്കാം. അപ്പോൾ എല്ലാവരും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ശ്രദ്ധിച്ച് ചെയ്ത് പഠിക്കുക. നോട്ടിൽ നിങ്ങൾ എന്ത് ചെയ്യുക, അത് വർക്ക്ഔട്ട് ചെയ്യുക. ഓക്കെ, 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് നമുക്ക് ആദ്യമായിട്ട് നോക്കാം. The details of stationery for a manufacturing unit is given below. Opening stock of stationery 500, stationery purchase 1200, closing stock of stationery 700. Determine the amount of stationery to be debited in the profit and loss account. Not for profit organization ചാപ്റ്ററിൽ 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ ആണ് ഇവിടെ കാണിച്ചിരിക്കുന്നത്. അപ്പോൾ ഇവിടെ നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ്, ഓപ്പണിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്, സ്റ്റേഷനറി പർച്ചേസ് തന്നിട്ടുണ്ട്, ക്ലോസിംഗ് സ്റ്റോക്ക് തന്നിട്ടുണ്ട്. നമുക്ക് എങ്ങനെ ഇവിടെ ചോദിച്ചിരിക്കുന്നത് എന്താണ്, പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് ആണ് ചോദിച്ചിരിക്കുന്നത്. നമുക്ക് എങ്ങനെ കണ്ടെത്താം, ഓപ്പണിംഗ് സ്റ്റോക്ക് നമ്മൾ എഴുതുക അല്ലെ, ഓപ്പണിംഗ് സ്റ്റോക്ക് 500 എഴുതി, അതിന്റെ കൂടെ നമ്മൾ എന്ത് ചെയ്യുന്നു, പർച്ചേസസ് 1200 ആഡ് ചെയ്യുന്നു. നമ്മളൊരു പ്രോഫിറ്റ് ആൻഡ് ലോസ് വരയ്ക്കുമ്പോൾ നമുക്ക് ആലോചിച്ച് കഴിഞ്ഞാൽ അറിയാം, നമ്മൾ ഓപ്പണിംഗ് സ്റ്റോക്ക് എഴുതാറുണ്ട്, അതിന്റെ കൂടെ പർച്ചേസ് നമ്മൾ ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്നത് 1700 ആണ്. ദെൻ അതിൽ നിന്ന് എന്ത് കുറയ്ക്കണം, ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി ലെസ് ചെയ്യണം. അപ്പോൾ ലെസ് ക്ലോസിംഗ് സ്റ്റോക്ക് ഓഫ് സ്റ്റേഷനറി. നമുക്ക് അങ്ങനെ കിട്ടുന്നത്, ക്ലോസിംഗ് സ്റ്റോക്ക് കുറയ്ക്കുമ്പോൾ കിട്ടുന്നത് എത്രയാണ്, 1000 ആണ് നമ്മൾ പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടിലേക്ക് ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട്. ഓക്കെ, അപ്പൊ ഇങ്ങനൊരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾ ആദ്യം ചെയ്യേണ്ടത് ഓപ്പണിംഗ് സ്റ്റോക്ക് ഉണ്ടെങ്കിൽ അതെടുത്ത് എഴുതുക, അതിന്റെ ഒപ്പം പർച്ചേസസ് ആഡ് ചെയ്യുക, ദെൻ ക്ലോസിംഗ് സ്റ്റോക്ക് ലെസ് ചെയ്യുക. അപ്പൊ കിട്ടുന്ന എമൗണ്ട് ആണ് നമുക്ക് പ്രോഫിറ്റ് ആൻഡ് ലോസിൽ ഡെബിറ്റ് ചെയ്യേണ്ട സ്റ്റേഷനറിയുടെ എമൗണ്ട്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ascertain the amount of wages to be debited in the income and expenditure account in the year ending 31st December 2011. Wages paid during the year 2011 5,000, wages outstanding at the beginning of the financial year 500, wages outstanding at the end of the financial year 600. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ഏത് എമൗണ്ട് ആണ് വേജസ് ആയിട്ട് ഡെബിറ്റ് ചെയ്യേണ്ടത്, ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ട എമൗണ്ട് അസർടൈൻ ചെയ്യാൻ പറഞ്ഞിട്ടാണ്. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ്, വേജസ് ഡ്യൂറിംഗ് ദ ഇയർ, വേജസ് പെയ്ഡ് ഡ്യൂറിംഗ് ദ 2011 കൊടുത്ത വേജസ് 5000 ആണ്. നമ്മൾ ഇങ്ങനെ ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമുക്കറിയാം എന്താണ്, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അല്ലെങ്കിൽ എക്സ്പെൻസസിന്റെ ഔട്ട്സ്റ്റാൻഡിങ്, ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്യാറുണ്ട്, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ലെസ് ചെയ്യാറുണ്ട്. ഇതേപോലെ തന്നെയാണ് ഇവിടെയും നമ്മൾ ചെയ്യേണ്ടത്. നമ്മൾ എന്ത് ചെയ്യുന്നു, ഇവിടെ 2 ഔട്ട്സ്റ്റാൻഡിങ് പറഞ്ഞിട്ടുണ്ട്, ഇവിടെ കൃത്യമായി പറഞ്ഞിട്ടുണ്ട് ബിഗിനിങ് ഔട്ട്സ്റ്റാൻഡിങ്ങും മറ്റൊന്ന് എന്താണ്, എൻഡ് ആണ് അല്ലെ. വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡും മറ്റൊന്ന് എന്താണ്, വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ബിഗിനിങ് ആണ്. നമ്മൾ സാധാരണ എന്താ ചെയ്യാറ്, ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് ആഡ് ചെയ്യാറാണ് പതിവ്. അപ്പൊ ആഡ് വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് എൻഡ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ. at the end of the financial year outstanding 600 ആണ്, നമ്മൾ അത് ആഡ് ചെയ്യുന്നു. അപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് 5600 ആണ്. ലെസ്
ബിഗിനിങ് ഫിനാൻഷ്യൽ ഇയറിലെ ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ലെസ് ചെയ്യുന്നു. അപ്പൊ വേജസ് ഔട്ട്സ്റ്റാൻഡിങ് അറ്റ് ദ ബിഗിനിങ് ഓഫ് ദ ഫിനാൻഷ്യൽ ഇയർ 500 ലെസ് ചെയ്യുന്നു. നമുക്ക് അങ്ങനെ കിട്ടുന്ന എമൗണ്ട് ആണ് 5100. ഈ എമൗണ്ട് ആണ് ഡെബിറ്റ് ചെയ്യേണ്ടത്. ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ഡെബിറ്റ് ചെയ്യേണ്ടത് 5100 ആണ്. Third question. Anand Sports Club received rupees 1,75,000 as subscription for the year ended 31st March 2016. Consider the following adjustments and mention whether we should add or deduct each items to find out the subscription for the year. ഇവിടെ തന്നിട്ടുള്ളത് സബ്സ്ക്രിപ്ഷൻസിന്റെ ഇൻഫർമേഷൻസ് ആണ്. ഇതിൽ നമ്മളോട് പറഞ്ഞിട്ടുള്ളത് ആഡ് ചെയ്യണോ ലെസ് ചെയ്യണോ എന്ന് പറയുന്ന ഇൻഫർമേഷൻസ് മാത്രം എഴുതിയാൽ മതി എന്നാണ് പറഞ്ഞിരിക്കുന്നത്. ഇതൊരു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആണ്. അപ്പൊ നമ്മൾ അവിടെ മെൻഷൻ ചെയ്യേണ്ടത് ഇത്ര മാത്രമാണ്. ആ തന്നിരിക്കുന്ന സബ്സ്ക്രിപ്ഷൻസ് ആഡ് ചെയ്യേണ്ടതാണോ ലെസ് ചെയ്യേണ്ടതാണോ എന്നുള്ളത് മാത്രം എഴുതാം. നമുക്ക് തന്നിട്ടുണ്ട് ക്ലബ്ബ് മാർച്ച് 2016 റിസീവ് ചെയ്തിട്ടുള്ള സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് തന്നിട്ടുണ്ട് 1,75,000 ആണ്. അതിന്റെ കൂടെ തന്നെ നമുക്ക് തന്നിട്ടുള്ള അഡ്ജസ്റ്റ്മെന്റുകൾ ഏതൊക്കെ ലെസ് ചെയ്യണം ആഡ് ചെയ്യണം എന്നുള്ള കാര്യം മാത്രം നമ്മളിവിടെ പറഞ്ഞാൽ മതി. അപ്പൊ നമുക്ക് ആദ്യത്തെ അഡ്ജസ്റ്റ്മെന്റ് നമുക്ക് നോക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31st March 2016 rupees 15,000. അപ്പൊ ആദ്യത്തെ നമ്മൾ ഇൻഫർമേഷൻസ് ഇവിടെ എടുത്ത് എഴുതി. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 31st March 2016 rupees 15,000. ഇതൊരു ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണ്. നമുക്കറിയാം നമ്മുടെ ഇയർ നമുക്ക് ഇവിടെ തന്നിട്ടുണ്ട്. ഇയർ എൻഡ് ചെയ്യുന്നത് എങ്ങനെയാണ്? March 31st 2016 ആണ്. അപ്പൊ അത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് ആണെന്ന് നമുക്ക് മനസ്സിലായി. അതുകൊണ്ട് തന്നെ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ എന്താ ചെയ്യാറ്? തന്നിരിക്കുന്ന റിസീവ്ഡ് എമൗണ്ടിന്റെ ഒപ്പം നമ്മൾ ആഡ് ചെയ്യാറാണ് പതിവ്. അപ്പൊ നമ്മളിവിടെ എന്ത് ചെയ്യണം? ആഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കാം. ആഡ്. ഓക്കെ, ആഡ് എന്ന് പറഞ്ഞിട്ടാണ് നമ്മളിവിടെ കാണിക്കേണ്ടത്. ആഡ് ചെയ്യേണ്ട ഐറ്റം ആണ് സബ്സ്ക്രിപ്ഷൻ. ക്ലോസിംഗ് സബ്സ്ക്രിപ്ഷൻ ആഡ് ചെയ്യുക. ആഡ് എന്ന് പറഞ്ഞിട്ട് കാണിക്കുക. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് ഓൺ 1st April 2015 20,000. ഇതെന്താണ്? ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ ആണ്. കഴിഞ്ഞ ഇയറിലെയാണ്. അപ്പൊ 2015 ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ട് നമുക്ക് ഇത് എന്താ ചെയ്യേണ്ടത്? ഡിഡക്ട് ചെയ്യണം. ആഡ് ഓർ ഡിഡക്ട് എന്നുള്ളത് മാത്രം കാണിച്ചാൽ മതി എന്ന് പറഞ്ഞു. അതുകൊണ്ട് നമ്മളിവിടെ എഴുതണു ഇത് ഓപ്പണിംഗ് സബ്സ്ക്രിപ്ഷൻ ആയതുകൊണ്ട് ഡിഡക്ട് ചെയ്യണം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ഓൺ 1st April 2015. ഇവിടെ തന്നിട്ടുള്ളത് എന്താണ്? 16,000 ആണ് തന്നിട്ടുള്ളത്. അതായത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് നമുക്ക് 2015 ലഭിച്ച സബ്സ്ക്രിപ്ഷൻ അഡ്വാൻസ് ആയിട്ട് ലഭിച്ചതാണ്. അതായത് ആ സബ്സ്ക്രിപ്ഷൻ 2016 2015 ലഭിച്ചാലും അത് ആ സബ്സ്ക്രിപ്ഷൻ ഏത് ഇയറിലായിട്ടാ വരിക? ഇപ്പോഴത്തെ ഇൻകം ഈ ഇയറിലെ ഇൻകം ആയിട്ടാണ്. 2016 ഇൻകം ആയിട്ടാണ് വരിക. അതുകൊണ്ട് തന്നെ ഈ 16,000 rupees നമ്മൾ എന്ത് ചെയ്യണം? ആഡ് ചെയ്യണം. ഈ വർഷത്തെ ഇൻകമായി പരിഗണിച്ചുകൊണ്ട് നമ്മൾ ആഡ് ചെയ്യണം. അതുകൊണ്ടാണ് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്. ഇത്രയും ഓർത്തിരുന്നാൽ മതി. ഓപ്പണിംഗ് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് അതായത് 2015 എന്ന് പറയുന്നത് റിസീവ്ഡ് ഇൻ അഡ്വാൻസ് കഴിഞ്ഞ വർഷത്തെയാണ്, നമുക്ക് മുന്നേ കൂട്ടി ലഭിച്ചതാണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്? നമ്മൾ ആഡ് ചെയ്യണം എന്നുള്ളത് നമ്മൾ ഓർത്തിരിക്കുക. Then subscription received in advance 31st March 2016. നമുക്ക് ഇപ്പോ ഈ വർഷം ലഭിച്ച സബ്സ്ക്രിപ്ഷൻ ആണ്, പക്ഷെ അഡ്വാൻസ് എമൗണ്ട് ആണ് ലഭിച്ചിരിക്കുന്നത്. 2016 ലഭിച്ചിരിക്കുന്നത്. അഡ്വാൻസ് എമൗണ്ട് ആയതുകൊണ്ട് അത് ഈ വർഷത്തെ ഇൻകം ആയിട്ട് നമുക്ക് പരിഗണിക്കാനായിട്ട് സാധിക്കില്ല. അത് ഇനി വരുന്ന വർഷത്തെ ഇൻകം ആണ് 12,000. അതുകൊണ്ട് തന്നെ അത് ഡിഡക്ട് ചെയ്യണം. നമുക്ക് ഈ വർഷത്തെ ഇൻകത്തിൽ നിന്ന് നമ്മൾ കുറച്ച് കാണിക്കേണ്ട തുകയാണ് 12,000 എന്ന് പറയുന്നത്. അപ്പോൾ ക്ലോസിംഗ് ആയിട്ടുള്ള അഡ്വാൻസ് ആണിത്. ക്ലോസിംഗ് അഡ്വാൻസ് ലെസ് ചെയ്യണം. ഓപ്പണിംഗ് അഡ്വാൻസ് ആണെങ്കിൽ നമ്മൾ ആഡ് ചെയ്തിട്ടാണ് കാണിക്കുക. നേരെ തിരിച്ചാണ് സബ്സ്ക്രിപ്ഷനിൽ വരിക. സബ്സ്ക്രിപ്ഷനിൽ ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ആഡ് ചെയ്യുന്നു, ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് നമ്മൾ ലെസ് ചെയ്യുന്നു. അപ്പൊ ഇത് ഓർത്തിരിക്കുക. ഓക്കെ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. From the following information, find out the amount of subscription to be credited to income and expenditure account for the year ending 31st December 2010. നമുക്ക് തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് വെച്ച് സബ്സ്ക്രിപ്ഷന്റെ എത്രത്തോളം എമൗണ്ട് ആണ് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിൽ ക്രെഡിറ്റ് ചെയ്യേണ്ടത് എന്നാണ് കണ്ടെത്തേണ്ടത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ നമ്മൾ കണ്ടിരുന്നു സബ്സ്ക്രിപ്ഷന്റെ ഏതൊക്കെ എമൗണ്ട് ആഡ് ചെയ്യണം, സബ്സ്ക്രിപ്ഷന്റെ ഒപ്പം ആഡ് ചെയ്യണം, ഡിഡക്ട് ചെയ്യണം
എന്നുള്ളതിനെ കുറിച്ച് മാത്രമുള്ള ഒരു ഇൻഫർമേഷൻ ആയിരുന്നു 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസിൽ ചോദിച്ചിരുന്നത്. എന്നാൽ ഇവിടെ ആ ഒരു പ്രോബ്ലം ചെയ്യാനായിട്ട് പറഞ്ഞിരിക്കുകയാണ്. നമുക്ക് സബ്സ്ക്രിപ്ഷന്റെ എല്ലാ തരത്തിലുള്ള ഇൻഫർമേഷൻസും ഇവിടെ തന്നിട്ടുണ്ട്. അത് വെച്ചിട്ട് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ട എമൗണ്ട് കണ്ടെത്താനായിട്ടാണ് ഇവിടെ പറഞ്ഞിരിക്കുന്നത്. അപ്പൊ അതുകൊണ്ട് ആ പ്രോബ്ലം നമ്മൾ ഫുൾ ആയിട്ട് ഇവിടെ ചെയ്യണം. അപ്പോൾ ക്വസ്റ്റ്യൻസ് വായിച്ചതിന് ശേഷം മാത്രം നന്നായിട്ട് ആൻസർ ചെയ്യാൻ ശ്രമിക്കുക. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 2010 12,000. തന്നിരിക്കുന്നത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ആണ് തന്നിരിക്കുന്നത്. അപ്പൊ നമ്മൾ ഫസ്റ്റ് നമ്മൾ എന്ത് ചെയ്യണം? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എന്ന് പറഞ്ഞിട്ട് നമ്മളിവിടെ എടുത്ത് എഴുതുന്നു. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 2010. ഒരു പ്രോബ്ലം കിട്ടിക്കഴിഞ്ഞാൽ നമ്മൾ ആദ്യം എഴുതുന്ന എന്താണ്? സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് എന്ന് പറയുന്ന എമൗണ്ട് ഉണ്ടെങ്കിൽ അതാണ് ആദ്യം എടുത്ത് എഴുതുക, 12,000. തന്നിരിക്കുന്ന ഇൻഫർമേഷൻസ് ശ്രദ്ധിക്കാം. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31st December 2010 1,500 തന്നിട്ടുണ്ട്. സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31st December 2009 അതായത് 1,200. ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിങ്ങും ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. നമുക്ക് ഇയർ വെച്ച് നോക്കിക്കഴിഞ്ഞാൽ അറിയാം. നമ്മുടെ കറണ്ട് ഇയർ എന്ന് പറയുന്നത് 2010 ആണ്. അപ്പൊ അത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ് ഇവിടെ തന്നിരിക്കുന്നത്. ഇത് കഴിഞ്ഞ ഇയർലി ആണ്. ഇത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുക. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് എന്താണ് തന്നിരിക്കുന്നത്? 31st December 2010 സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ്, അതായത് 2010 നമുക്ക് അഡ്വാൻസ് എമൗണ്ട് ലഭിച്ചിട്ടുള്ളത്. അത് ഈ വർഷത്തെ ഇൻകം അല്ല എന്ന് നമുക്കറിയാം. അത് എങ്ങനെയാണ് നമുക്ക് ട്രീറ്റ് ചെയ്യേണ്ടതെന്ന് നമുക്ക് അറിയാം. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31st December 2009 2009 അഡ്വാൻസ് ആയി ലഭിച്ച എമൗണ്ട്. അത് 2009 ഇൻകം അല്ല, 2010 ഇൻകം ആണ്. അപ്പൊ ഇത്രയും ഇൻഫർമേഷൻസ് നമുക്ക് തന്നിട്ടുണ്ട്. ഇത് വെച്ച് നമുക്ക് സബ്സ്ക്രിപ്ഷൻസ് കണ്ടെത്തണം. അപ്പൊ നമ്മൾ ആദ്യത്തെ ഐറ്റം നമ്മളോട് എഴുതി വെച്ചിട്ടുണ്ട്, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഡ്യൂറിംഗ് ദ ഇയർ 2010 12,000. ഇനി ആഡ് ചെയ്യേണ്ട ഐറ്റംസ് നമ്മൾ ആഡ് ചെയ്യാം. ആഡ് ചെയ്യേണ്ട ഐറ്റംസ്, ആദ്യത്തെ ഐറ്റം എന്താണ്? നമ്മൾ സാധാരണ ആഡ് ചെയ്യുന്നത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അതായത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിംഗ് 31st December 2010. ശ്രദ്ധിക്കണം, ഇയർ 1,500 ആണ് നമ്മൾ ആദ്യം ആഡ് ചെയ്യുന്നത്. ഇത് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ആഡ് ചെയ്യുന്നു. പിന്നത്തെ നമുക്ക് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ആണ്. അത് നമുക്ക് ലെസ് ചെയ്യേണ്ട ഐറ്റംസ് ആണ്. അപ്പൊ നമുക്ക് ആഡ് ചെയ്യണമെന്നാണ് നമ്മൾ ഇവിടെ ആദ്യം എടുക്കുന്നത്. മറ്റൊന്ന് തന്നിട്ടുള്ളത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31st December 2010. ഇവിടെ നമുക്ക് ഓർത്തു കഴിഞ്ഞാൽ അറിയാം, സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ്. മുൻപേ കൂട്ടി പ്രീ റിസീവ്ഡ് ആണ്. മുൻപേ കൂട്ടി റിസീവ് ചെയ്തിട്ടുള്ളതാണ്. അതായത് 2010 മുൻപേ കൂട്ടി റിസീവ് ചെയ്തു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് ഒരിക്കലും 2010 ഇൻകം അല്ല. എന്താണ്? 2011 ഇൻകം ആയിട്ടാണ് നമ്മൾ എടുക്കേണ്ടത്. അപ്പൊ അത് നമുക്ക് ലെസ് ചെയ്യേണ്ട ആയിട്ടാണ്. അപ്പൊ നമുക്ക് അത് ഇവിടെ ഇതിനൊപ്പം ആഡ് ചെയ്യാനായിട്ട് സാധിക്കില്ല. അടുത്തത് സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31st December 2009. 2009 ലഭിച്ച സബ്സ്ക്രിപ്ഷൻ. 2009 മുൻപേ കൂട്ടി ലഭിച്ചത്, പ്രീ റിസീവ്ഡ് ആയിട്ട് ലഭിച്ച സബ്സ്ക്രിപ്ഷൻ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് 2009 ഇൻകം അല്ല, 2010 ഇൻകം ആണ്. അതുകൊണ്ട് തന്നെ അത് 2010 ഉള്ള ഇൻകം ആയതുകൊണ്ട് നമ്മൾ അത് എന്ത് ചെയ്യുന്നു? ആഡ് ചെയ്യുന്നു. സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31st December 2009. അപ്പോൾ ഇവിടെ ഇത് ഓപ്പണിംഗ് അഡ്വാൻസ്, അതായത് ഓപ്പണിംഗ് സമയത്ത്, അത് കഴിഞ്ഞ വർഷം ലഭിച്ച അഡ്വാൻസ് ആണ്. അതുകൊണ്ട് തന്നെ നമ്മൾ അങ്ങനെ ഒരു കൺസെപ്റ്റിൽ നമ്മൾ എന്ത് ചെയ്യുന്നു? ഇതിനെ ആഡ് ചെയ്യുന്നു. എന്നാൽ മാത്രമാണ് നമുക്ക് ഈ വർഷത്തെ നമുക്ക് ഇൻകം കിട്ടുന്നത്. അപ്പൊ 14,250 ആണ് നമുക്ക് ആഡ് ചെയ്തപ്പോൾ കിട്ടിയ തുക. ഇനി ഇതില് നമുക്ക് കഴിഞ്ഞ വർഷത്തെ അതുപോലെ തന്നെ ലയബിലിറ്റി ആയിട്ടുള്ള എമൗണ്ടുകൾ ഉണ്ട്. നമുക്കത് ലെസ് ചെയ്യണം. അതിലാദ്യം നമ്മൾ ലെസ് ചെയ്യേണ്ടത് സബ്സ്ക്രിപ്ഷൻ ഔട്ട്സ്റ്റാൻഡിങ് 31st December 2009. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ്. ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിങ് അത് ഈ വർഷത്തെ ഇൻകം അല്ല, 1,200. അത് നമ്മൾ ലെസ് ചെയ്യണം. ദെൻ സബ്സ്ക്രിപ്ഷൻ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 31st December 2010. 2010 സബ്സ്ക്രിപ്ഷൻ ആയിട്ട് ലഭിച്ച എമൗണ്ട് എന്ന് പറയുന്നത് 2010 ഇൻകം അല്ല, 2011 ഇൻകം ആണ്. അതുകൊണ്ട് തന്നെ ആ എമൗണ്ടും 1,800 നമ്മൾ ലെസ് ചെയ്യണം. അപ്പൊ നമുക്ക് കിട്ടുന്ന എമൗണ്ട് എന്ന് പറയുന്നത് 11,250. ഇതാണ് നമ്മൾ ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് ക്രെഡിറ്റ് ചെയ്യേണ്ടത്. നമ്മൾ ഇതിന്റെ ട്രീറ്റ്മെന്റ് നമ്മൾ കണ്ടിട്ടുള്ളതാണ്. സബ്സ്ക്രിപ്ഷൻ എങ്ങനെയാണ് നമ്മൾ ചെയ്യണമെന്നുള്ളത് ട്രീറ്റ്മെന്റ് നമ്മൾ ഒരു ക്ലാസ് ചെയ്തിരുന്നു. അപ്പൊ അതിൽ നോക്കിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഡീറ്റെയിൽ ആയിട്ട് അതുകൂടിയും അതിന്റെ ഫോർമാറ്റും കാര്യങ്ങളൊക്കെ നമ്മൾ കൊടുത്തിട്ടുണ്ട്. കുറച്ചും കൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്ക് അറിയാം.
അപ്പൊ നിങ്ങൾ ഇത്രയും ഓർത്തിരുന്നാൽ മതി. നമ്മൾ ആദ്യം സബ്സ്ക്രിപ്ഷൻ നമ്മൾ റിസീവ് ചെയ്തിട്ടുള്ള എമൗണ്ട് എഴുതുന്നു. അതിന്റെ കൂടെ നമ്മൾ ആഡ് ചെയ്യേണ്ടത് 2 ഐറ്റംസ് ആണ്. ഒന്ന് ക്ലോസിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് നമ്മൾ ആഡ് ചെയ്യുന്നു. മറ്റൊന്ന് ആഡ് ചെയ്യുന്നത് എന്താണ്? റിസീവ്ഡ് ഇൻ അഡ്വാൻസ് 2009 അതായത് പ്രീവിയസ് ഇയറിൽ റിസീവ്ഡ് ഇൻ അഡ്വാൻസ് ആണ് നമ്മളിവിടെ ആഡ് ചെയ്യുന്നത്. അപ്പൊ ഇത്രയും ആഡ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ഒരു എമൗണ്ട് കിട്ടും. അതിൽ നിന്ന് നമ്മൾ ലെസ് ചെയ്യേണ്ടത് ഓപ്പണിംഗ് ഔട്ട്സ്റ്റാൻഡിംഗ് ലെസ് ചെയ്യണം. അതുപോലെ തന്നെ കറണ്ട് ഇയറിലെ നമുക്ക് റിസീവ്ഡ് അഡ്വാൻസ് ആയിട്ട് ലഭിച്ച എമൗണ്ട് നമ്മളത് അതിൽ നിന്ന് ലെസ് ചെയ്യണം. അപ്പോഴാണ് നമുക്ക് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ടിലേക്ക് എഴുതേണ്ട സബ്സ്ക്രിപ്ഷന്റെ എമൗണ്ട് കിട്ടുകയുള്ളൂ. അപ്പോൾ മനസ്സിലായിട്ടുണ്ടാവും വിചാരിക്കുന്നു. വളരെ സിമ്പിൾ ആയിട്ടുള്ള ഒരു പ്രോബ്ലം ആണ്. 3 മാർക്ക് വളരെ എളുപ്പത്തിൽ മേടിക്കാൻ പറ്റുന്ന ഒരു പ്രോബ്ലം ആണ്. അതിനെ നമ്മളൊന്ന് മനസ്സിലാക്കിയിരുന്നു കഴിഞ്ഞാൽ നമുക്ക് എളുപ്പം അത് നമുക്ക് ഈ പ്രോബ്ലം നമുക്ക് ചെയ്യാനായിട്ട് സാധിക്കും. 3 മാർക്സിന്റെ ക്വസ്റ്റ്യൻസ്. The various receipts and payment of a hospital are given below. Classify them into a capital and revenue. ഒരു ഹോസ്പിറ്റലിലെ receipts and payments ആണ് താഴെ തന്നിരിക്കുന്നത്. അതില് ക്യാപിറ്റൽ റെസിപ്റ്റ്, റവന്യൂ റെസിപ്റ്റ് അല്ലെങ്കിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, റവന്യൂ എക്സ്പെൻഡിച്ചർ എന്നുള്ളത് നമ്മൾ ക്ലാസിഫൈ ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. നമുക്ക് തന്നിരിക്കുന്ന ഐറ്റംസ് നോക്കാം. കൺസൾട്ടേഷൻ ഫീസ്, ഒരു ഹോസ്പിറ്റലിൽ വരുന്ന കൺസൾട്ടേഷൻ ഫീ. പേയ്മെന്റ് ഓഫ് സാലറി, സാലറി കൊടുക്കുന്നത്. കൺവെയൻസ് എക്സ്പെൻസ്, ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട എക്സ്പെൻസുകൾ. പർച്ചേസ് ഓഫ് മെഡിസിൻ, മെഡിസിൻ വാങ്ങാനായിട്ട് വന്നിട്ടുള്ള ചെലവുകൾ. പർച്ചേസ് ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്, അവിടെ സർജിക്കൽ ആയിട്ടുള്ള ഇൻസ്ട്രുമെന്റ്സ്, ഉപകരണങ്ങൾ വാങ്ങാനായിട്ട് വന്ന ചിലവ്. ദെൻ ലൈഫ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ഫോർ ഹെൽത്ത് പ്ലാൻ, ഹെൽത്ത് പ്ലാനിന് വേണ്ടി വന്നിട്ടുള്ള ഒരു സബ്സ്ക്രിപ്ഷൻ, ലൈഫ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ. ഇത്രയും കാര്യങ്ങളാണ് നമുക്ക് തന്നിരിക്കുന്നത്. ഇതിൽ നിന്ന് നമ്മൾ ക്യാപിറ്റൽ ഐറ്റംസും റവന്യൂ ഐറ്റംസും വേർതിരിച്ചെഴുതാനാണ് പറഞ്ഞിരിക്കുന്നത്. അപ്പൊ ഇതിൽ വരുന്ന നമുക്ക് നോക്കാം. കൺസൾട്ടേഷൻ ഫീസ്, ഒരു ഹോസ്പിറ്റലിൽ വരുന്ന കൺസൾട്ടേഷൻ ഫീസ് അതെല്ലാം എന്താണ് ഡേ ടു ഡേ എക്സ്പെൻസുമായി, ഓപ്പറേഷൻ എക്സ്പെൻസുമായി ബന്ധപ്പെട്ടുള്ളതാണ്. അത് റവന്യൂ എന്താണ്, റവന്യൂ റെസിപ്റ്റ് ആണ് അല്ലെ, റവന്യൂ റെസിപ്റ്റ് ആണ് കൺസൾട്ടേഷൻ ഫീസ്. ഒരു ഹോസ്പിറ്റലിൽ ഡോക്ടറെ കാണാൻ വരുമ്പോൾ നമ്മൾ കൺസൾട്ടേഷൻ ഫീസ് കൊടുക്കുന്നത് അവിടെ ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് എന്താണ്, അതൊരു റവന്യൂ റെസിപ്റ്റ് ആണ്. പേയ്മെന്റ് ഓഫ് സാലറി, സാലറി കൊടുക്കുന്നത് അത് ഹോസ്പിറ്റലിനെ സംബന്ധിച്ച് ഒരു എക്സ്പെൻസ് ആണ്, ഡേ ടു ഡേ എക്സ്പെൻസ് ആണ്. ദെൻ കൺവെയൻസ് എക്സ്പെൻസ്, കൺവെയൻസ് ചാർജസ്, കൺവെയൻസ് എന്ന് പറയുമ്പോൾ വെഹിക്കിൾസ് അല്ലെങ്കിൽ ട്രാൻസ്പോർട്ടേഷനുമായി ബന്ധപ്പെട്ട ചാർജസ് അത് വരുന്നത് എക്സ്പെൻസ് ആണ്. അതും എന്താണ്, റവന്യൂ നാച്ചുറൽ ആണ്. പർച്ചേസ് ഓഫ് മെഡിസിൻ, നമ്മൾ എന്തെങ്കിലും മെഡിസിൻ വാങ്ങാനായിട്ട് വന്നിട്ടുള്ള ചെലവുകൾ ലോങ് ടൈം അല്ല ഷോർട്ട് ടൈം എക്സ്പെൻസ് ആണ്. അതുകൊണ്ട് തന്നെ അതെന്താണ്, അതും റവന്യൂ എക്സ്പെൻസ് ആയിട്ട് വരിക. ദെൻ പർച്ചേസ് ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്, അപ്പൊ നമ്മളൊരു സ്ഥാപനത്തിൽ ഒരു മെഷീനറി വാങ്ങുന്ന പോലെ തന്നെയാണ് നമ്മളൊരു ഹോസ്പിറ്റലിൽ സർജിക്കൽ ഇൻസ്ട്രുമെന്റ് വാങ്ങുന്നു. അതിന്റെ ഉപയോഗം എന്ന് പറയുന്നത് ലോങ് ടൈം പർപ്പസ് ആണ്. അതുകൊണ്ട് തന്നെ അത് നമ്മൾ ഉൾപ്പെടുത്തുന്നത് ക്യാപിറ്റൽ നാച്ചർ ആയിട്ടാണ്. അപ്പൊ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആയിട്ടാണ് ഈ പർച്ചേസ് ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ് നമ്മൾ എഴുതേണ്ടത്. ദെൻ ലൈഫ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ഫോർ ഹെൽത്ത് പ്ലാൻ, ലൈഫ് മെമ്പർഷിപ്പ് ആജീവനാന്തമായിട്ട് നമ്മൾ എടുക്കുന്ന ഒരു ഹെൽത്ത് പ്ലാൻ ലൈഫ് മെമ്പർഷിപ്പ് ആണ്. അപ്പൊ ലൈഫ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ഒരു ഹെൽത്ത് പ്ലാനിന് വേണ്ടിയിട്ടുള്ള ലൈഫ് മെമ്പർഷിപ്പ് എന്ന് പറയുന്നതും അതൊരു ലോങ് ടൈം എന്താണ് റെസിപ്റ്റ് ആണ് നമുക്ക് വരുന്നത്. അപ്പൊ ഹെൽത്ത് പ്ലാനിന് വേണ്ടിയിട്ട് കിട്ടുന്ന ഒരു സബ്സ്ക്രിപ്ഷൻ, ഒരു വരിസംഖ്യ നമ്മൾ വാങ്ങുകയാണ്. അതും എന്താണ്, ഒരു റെസിപ്റ്റ് ആണ്, ലോങ് ടേം റെസിപ്റ്റ് ആണ്. ലൈഫ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ ആണ്, അതുകൊണ്ട് ഒരു ലോങ് ടേം റെസിപ്റ്റ് ആണ്. അപ്പൊ നമുക്ക് വരുന്ന 2 തരത്തിലുള്ള ക്യാപിറ്റൽ ഐറ്റംസ് ആണ് ഇവിടെ വരുന്നത്. ഒന്ന് പർച്ചേസ് ഓഫ് സർജിക്കൽ ഇൻസ്ട്രുമെന്റ്സ്, അതൊരു ലോങ് ടൈം എക്സ്പെൻഡിച്ചർ ആണ്, അതായത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ ആണ്. ദെൻ ലൈഫ് മെമ്പർഷിപ്പ് സബ്സ്ക്രിപ്ഷൻ എന്നുള്ളത് ഹെൽത്ത് പ്ലാനിന് വേണ്ടിയിട്ടുള്ള വാങ്ങുന്ന വരിസംഖ്യ, അതും എന്താണ് ലോങ് ടൈം പർപ്പസിനാണ്. അതുകൊണ്ട് അത് എന്താണ് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, ക്യാപിറ്റൽ റെസിപ്റ്റ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. റവന്യൂ നാച്ചുറൽ ഐറ്റംസ്, കൺസൾട്ടേഷൻ ഫീ അത് റെസിപ്റ്റ് ആണ്, റവന്യൂ റെസിപ്റ്റ് ആണ് കൺസൾട്ടേഷൻ ഫീ കിട്ടുന്നത്. ദെൻ പേയ്മെന്റ് ഓഫ് സാലറി, കൺവെയൻസ് എക്സ്പെൻസ്, പർച്ചേസ് ഓഫ് മെഡിസിൻ എല്ലാം എന്താണ് റവന്യൂ എക്സ്പെൻഡിച്ചർ, റവന്യൂ പേയ്മെന്റ്സ് ആയിട്ടാണ് നമ്മൾ പരിഗണിക്കുന്നത്. അപ്പൊ ഇങ്ങനെ ഒരു ക്വസ്റ്റ്യൻസ് വന്നു കഴിഞ്ഞാൽ നമ്മൾ ഇങ്ങനെയുള്ള ഐറ്റംസ്, ആ ഫോർമാറ്റിൽ തന്നിരിക്കുന്ന ഐറ്റംസ് വളരെ കൃത്യമായിട്ട് നമ്മൾ പഠിച്ചിരുന്നാൽ മാത്രമാണ് നമുക്ക് ഏതൊക്കെയാണ് റവന്യൂ നാച്ചുറൽ, ഏതൊക്കെയാണ് ക്യാപിറ്റൽ നാച്ചുറൽ ഐറ്റംസ് എന്ന് നമുക്ക് മനസ്സിലാക്കാനായിട്ട് സാധിക്കുള്ളൂ. മറ്റൊരു ക്വസ്റ്റ്യൻ 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻ ആയിട്ട് ചോദിച്ചിരിക്കുന്നത് ഒരു ഫിൽ ഇൻ ദ ബ്ലാങ്ക്സ് ആണ്. പക്ഷെ അതിൽ 3 ടൈപ്പ് കാര്യങ്ങൾ പറഞ്ഞിരിക്കുന്നുണ്ട്. ഇൻ ദ
കേസ് ഓഫ് എ നോട്ട് പ്രോഫിറ്റ് ഓർഗനൈസേഷൻ ക്യാപിറ്റൽ ഫണ്ട് റെപ്രസെന്റ് ദ എക്സസ് ഓഫ് ഡാഷ് ഓവർ ഡാഷ്. ഒരു ഓർഗനൈസേഷനിൽ, ഒരു നോൺ പ്രോഫിറ്റ് ഓർഗനൈസേഷനിൽ ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്, നമ്മൾ എപ്പോഴും ക്യാപിറ്റൽ ഫണ്ട് പ്രിപ്പയർ ചെയ്യാറുണ്ട്. അത് ഓപ്പണിംഗ് ബാലൻസ് ഷീറ്റ് നമ്മൾ തയ്യാറാക്കിയിട്ടാണ് ഈ ക്യാപിറ്റൽ ഫണ്ട് നമ്മൾ കണ്ടുപിടിക്കുന്നത്. അപ്പൊ ഈ ക്യാപിറ്റൽ ഫണ്ട് എന്നുള്ളത് എന്തിന്റെ എക്സസ് ആണ്? അസറ്റ്, എക്സസ് ഓഫ് അസറ്റ് ഓവർ ലയബിലിറ്റി ആണ്. അസറ്റ് കൂടുമ്പോൾ ലയബിലിറ്റി കുറവാകുമ്പോഴാണ് നമുക്ക് അവിടെ എന്ത് കിട്ടുന്നത്? ക്യാപിറ്റൽ ഫണ്ട് കിട്ടുന്നത്. അപ്പൊ നമുക്ക് ഇവിടെ എഴുതേണ്ട ആൻസർ എന്ന് പറയുന്നത് എക്സസ് ഓഫ് അസറ്റ്സ് ഓവർ ലയബിലിറ്റി എന്നുള്ളതാണ് ആദ്യത്തെ നമ്മൾ ആൻസർ ആയിട്ട് എഴുതേണ്ടത്. ഓക്കെ, ദെൻ പിന്നെ ഇവിടെ നമുക്ക് തുടർന്ന് പോകുന്നു ആ ക്വസ്റ്റ്യൻ. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ ഈസ് കോൾഡ്. എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ. ഇൻകം കൂടുതലും എക്സ്പെൻഡിച്ചർ കുറവാകുമ്പോൾ നമ്മൾ എന്താണ് ഉണ്ടാവുക? ഈ ഇൻകം എക്സ്പെൻഡിച്ചറും വരുന്നത് ഇൻകം ആൻഡ് എക്സ്പെൻഡിച്ചർ അക്കൗണ്ട് പ്രിപ്പയർ ചെയ്യുമ്പോഴാണ്. അതിൽ നിന്ന് കിട്ടുന്ന ഔട്ട്കം എന്നുള്ളത് നമ്മൾ പറയാറുണ്ട് എക്സസ് ഓഫ് ഇൻകം ഓവർ എക്സ്പെൻഡിച്ചർ എന്നുള്ളത് നമ്മൾ എന്താ പറയാറ്? സർപ്ലസ് ആണ്. അതിന്റെ നേരെ തിരിച്ചാണെങ്കിലോ എക്സസ് ഓഫ് എന്താണ് എക്സ്പെൻഡിച്ചർ ഓവർ ഇൻകം എന്നുള്ളതായാലോ അത് ഡെഫിസിറ്റ് ആവും വരിക. ഓക്കെ, അപ്പൊ ഇവിടെ ഇൻകം, വരുമാനം കൂടുതലും ചെലവ് കുറവാകുമ്പോൾ നമുക്ക് കിട്ടുന്നതാണ് സർപ്ലസ് അഥവാ മിച്ചം എന്ന് പറയുന്നത്. ആൻഡ് the closing balance of receipt and payment account represent. ഒരു receipt and payment അക്കൗണ്ടിലെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ എവിടെ എഴുതാറ്? റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ട്രീറ്റ് ചെയ്യുന്നത് ക്യാഷ് ഇൻ ഹാൻഡോ ക്യാഷ് അറ്റ് ബാങ്ക് ആയിട്ടാണ്, അല്ലെങ്കിൽ നമുക്ക് ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് നമ്മൾ എഴുതാറുണ്ട്. അപ്പൊ ക്ലോസിംഗ് ബാലൻസ്, റെസിപ്റ്റ് ആൻഡ് പേയ്മെന്റ് അക്കൗണ്ടിലെ ക്ലോസിംഗ് ബാലൻസ് നമ്മൾ ബാലൻസ് ഷീറ്റിൽ ക്യാഷ് ഇൻ ഹാൻഡ് ക്യാഷ് അറ്റ് ബാങ്ക് അഥവാ അല്ലെങ്കിൽ ബാങ്ക് ഓവർ ഡ്രാഫ്റ്റ് ആയിട്ട് നമ്മൾ കാണിക്കാറുള്ളതാണ്. അപ്പൊ അതാണ് നമ്മളിവിടെ എഴുതേണ്ടത്. അപ്പൊ ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിപ്പോ ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്തിട്ടുള്ളത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസ് ആണ്. അതിന്റെ തന്നെ നമ്മൾ 1-2 ക്വസ്റ്റ്യൻസുകളാണ് ഇവിടെ പറഞ്ഞു പോയിട്ടുള്ളത്. ഇതിന്റെ ഒരുപാട് എക്സസൈസുകൾ നിങ്ങൾക്ക് ടെക്സ്റ്റ് ബുക്കുകളിൽ കാണാനായിട്ട് സാധിക്കും. ഇതുമാതിരിയുള്ള ഒരുപാട് എക്സസൈസുകൾ നിങ്ങൾ ചെയ്ത് പഠിച്ചാലാണ് നമുക്ക് ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസ് വരുമ്പോൾ ആൻസർ ചെയ്യാനായിട്ട് സാധിക്കുള്ളൂ. ഇതെല്ലാം ചോദിച്ചിരിക്കുന്നത് കഴിഞ്ഞ വർഷങ്ങളിലെ കഴിഞ്ഞ പല വർഷങ്ങളിലായിട്ട് വന്നിട്ടുള്ള ക്വസ്റ്റ്യൻസുകളാണ് നമ്മളിവിടെ ഡിസ്കസ് ചെയ്തത്. 2 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസും. അപ്പൊ എല്ലാവരും ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ നോട്ട് ചെയ്ത് വയ്ക്കുക, നോട്ട്ബുക്കിൽ എഴുതിയെടുത്ത് അത് പഠിക്കുക. ഇങ്ങനെയുള്ള ക്വസ്റ്റ്യൻസുകൾ ഇനിയും ഉള്ള വർഷങ്ങളിൽ ആവർത്തിച്ച് ചോദിക്കാനായിട്ടുള്ള സാധ്യത കൂടുതലാണ്. നമ്മൾ ഇതിന്റെ മുമ്പത്തെ ക്ലാസ്സിൽ നമ്മളൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസ് നമ്മൾ 25 ക്വസ്റ്റ്യൻസ് ഉൾപ്പെടുത്തിക്കൊണ്ട് നമ്മളൊരു മൾട്ടിപ്പിൾ ചോയ്സ് ക്വസ്റ്റ്യൻസും നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞതാണ്. 1 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ അതും നമ്മൾ നന്നായിട്ട് ചെയ്ത് പഠിക്കുക. നമ്മൾ 1, 2, 3 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകൾ നമ്മൾ ഡിസ്കസ് ചെയ്ത് കഴിഞ്ഞു. ഇനിയുള്ള ക്ലാസ്സുകളിൽ നമുക്ക് 5 മാർക്കിന്റെ അല്ലെങ്കിൽ 8 മാർക്കിന്റെ ക്വസ്റ്റ്യൻസുകളും നമുക്ക് ഡിസ്കസ് ചെയ്യാം. അപ്പോൾ ഇത്രയും ക്വസ്റ്റ്യൻസ് നിങ്ങൾ നന്നായി ചെയ്ത് പഠിച്ചതിന് ശേഷം നോട്ട്ബുക്കിൽ എഴുതി വെക്കാം. ഓക്കെ, താങ്ക് യു.